എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇതെന്താണെന്നറിയോ? സൗഗന്ധികപ്പൂക്കൾ. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സൗഗന്ധികപ്പൂക്കൾ, എന്നാലും ഞാൻ പറയാം. സൗഗന്ധികപ്പൂവിനെ പറ്റിയുള്ള ഐതിഹ്യം, ഭീമസേനൻ തൻ്റെ പ്രിയതമയായ ദ്രൗപദിക്ക് വേണ്ടി വളരെ ബുദ്ധിമുട്ടി അന്വേഷിച്ചിറങ്ങിയ കല്യാണ സൗഗന്ധികം കോലിഞ്ചിയുടെ രൂപസാദൃശ്യമുള്ള ഇഞ്ചിവർഗത്തിൽപ്പെട്ട സൗഗന്ധികപ്പൂക്കൾക്ക് രൂക്ഷമായ ഒരു ഗന്ധമാണുള്ളത്. ഒരു മാസ്മരിക ഗന്ധമാണിതിന്. ഇതിനെ ജിഞ്ചർ ലില്ലി എന്നും ബട്ടർഫ്ലൈ ലില്ലി എന്നും വിളിക്കുന്നു. ബട്ടർഫ്ലൈയുടെ രൂപസാദൃശ്യമുള്ള പെറ്റൽസാണ് ഇതിനുള്ളത്. ബട്ടർഫ്ലൈ ലില്ലി എന്ന് വിളിക്കാൻ കാരണം അതാണ്. ഒരു കുലയിൽ ഒരുപാട് വെള്ളപ്പൂക്കൾ ഉണ്ടാകുന്ന ഈ ചെടി വളരെ ഭംഗിയായി നമ്മുടെ പരിസരം മുഴുവൻ സുഗന്ധം നൽകുന്ന ഈ ചെടി നമ്മുടെ പൂന്തോട്ടത്തിനൊരു മുതൽക്കൂട്ട് തന്നെയാണ്. വളരെ ഈസിയായി പ്രൊപ്പഗേറ്റ് ചെയ്ത് വളരെ ഈസിയായി നമുക്ക് ഇതിനെ പരിപാലിക്കാൻ പറ്റും. ഇഞ്ചി പോലെയുള്ള ഒരു കാണ്ഡമാണ് ഇതിനുള്ളത്. അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പൊട്ടിമുളച്ച് പുതിയ തൈകളുണ്ടാകും. വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ ഒന്നുമില്ലാത്ത രീതിയിൽ ഇത് പൂക്കളുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇത് ഒരു മൂടെങ്കിലും നമ്മുടെ വീടിൻ്റെ നല്ല വെയിലുള്ളിടത്ത് വെക്കുകയാണെങ്കിൽ ഏറെ പൂക്കളുണ്ടാകും. മഴ സമയത്ത് ഇതിൻ്റെ പൂക്കൾ പെട്ടെന്ന് ചീഞ്ഞു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും വളരെ നല്ലൊരു ചെടിയാണ്. എല്ലാവരും ഇതിനെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ വയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ പുതിയ ചാനലാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോയുമായിട്ട് ഷോർട്ട് ടൈമായിട്ട് വരാം. ഓക്കെ, ബൈ.